പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഞാൻ ദൈവവചനത്തിൽ നിന്ന് പലപ്പോഴും സാധാരണ ഭാഷ പറഞ്ഞാൽ ക്യാരക്ടർ സ്റ്റഡീസ് എന്ന് നമ്മൾ പറയും. വേദപുസ്തകത്തിലെ, പ്രത്യേകിച്ച് വേദപുസ്തകത്തിലെ ക്യാരക്ടർ സ്റ്റഡീസ്, വേദപുസ്തകത്തിലെ ചില കഥാപാത്രങ്ങൾ, അവരുടെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനായിട്ടുള്ള ഒരു സന്ദർഭം. പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളും അതുപോലെ ആയിത്തീരാൻ വേണ്ടിയാണ്. അല്ലാതെ മഹച്ചരിതമാല വായിക്കുന്ന ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാന്മാരുടെ ചരിത്രമൊക്കെ ഇങ്ങനെ വായിച്ച് കൂട്ടുന്നത് പോലെ. ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ട്. ആ പുസ്തകം, അങ്ങനെ സീരീസ് ഓഫ് ബുക്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ പണ്ട് എൻ്റെ ചെറിയ പ്രായത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ദൈവശാസ്ത്രപരമായ അറിവുകൾ നമ്മൾ നേടുന്നതൊക്കെ അത്യാവശ്യമാണ്. എന്നാൽ അതേപോലെ തന്നെ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ എന്താണെന്ന് ചോദിച്ചാൽ, കുറേയേറെ പ്രസ്താവനകളും തിയോളജിയും നമ്മളെ പഠിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെ മാത്രമല്ല വേദപുസ്തകം നമുക്ക് നൽകിയിരിക്കുന്നത്. ബൈബിൾ ഈസ് ദ റെവലേഷൻ ഓഫ് ഗാഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. എന്നാൽ ഈ ദൈവവചനത്തിൻ്റെ ദൈവവചനത്തിലെ ദൈവിക വെളിപ്പാടിനെക്കുറിച്ച് പറയുന്ന കുറേ കൂടെ അർത്ഥസമ്പുഷ്ടമായ ഒരു വാചകമുണ്ട്. ബൈബിൾ ഈസ് ദി നറേഷൻ ഓഫ് ദ റെവലേഷൻ ഓഫ് ഗാഡ് ത്രൂ ഹ്യൂമൻ എക്സ്പീരിയൻസസ്. വേദപുസ്തകം എന്നത് മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ വെളിപ്പെടുന്ന, ദൈവത്തെ പരിചയപ്പെടുത്തുന്ന, അത് വെളിപ്പെടുത്തുന്ന, ഇറ്റ് ഈസ് ദ നറേഷൻ ഓഫ് ദ റെവലേഷൻ ഓഫ് ഗാഡ് ത്രൂ ഹ്യൂമൻ എക്സ്പീരിയൻസസ്. നമ്മുടെ മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ. അതായത് വേദപുസ്തകത്തിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, അത് പ്രസ്താവനകൾ കൊണ്ട് കുത്തി നിറച്ച ഒരു കാര്യമല്ല. എന്നാൽ ദൈവത്തെ നമ്മൾ അറിയുന്നത് വേദപുസ്തക കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുകയും അവർ ദൈവത്തോട് ഇടപെടുകയും ചെയ്യുന്ന വിധങ്ങൾ നോക്കിയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ കർത്താവിനെ മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഇപ്പം ദൈവം സ്നേഹമാണെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ കാൽവറി ക്രൂശിൽ യേശു കർത്താവ് ഇറങ്ങി വരുന്നു. ദൈവം കരുതുന്നവനാണ് എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവം കരുതുന്നവനാണെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ദൈവം കരുതുന്നവനാണെന്ന് എഴുതിയിരിക്കുന്നത് ആ ഒരു പ്രസ്താവന കൊണ്ട് മാത്രമല്ല നമ്മൾ ദൈവത്തിൻ്റെ കരുതൽ മനസ്സിലാക്കുന്നത്. എത്ര ബലഹീനരായ ആളുകളെയും അവരുടെ പുറകെ ചെന്ന് കരുതുന്ന ഒരു കർത്താവിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ഹാഗാറിൻ്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോഴായിരിക്കും. ഹാഗാറിൻ്റെ ചരിത്രത്തിൽ നമ്മളെന്താ കാണുന്നത്? അവൾ മരുഭൂമിയിൽ അവളുടെ മകൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ്, കാര്യം വെള്ളമില്ലാതെ മകൻ മരിക്കാൻ, വെള്ളം കുടിക്കാൻ കിട്ടാതെ മകൻ മരിക്കാൻ പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ദൈവം അവൾക്ക് വേണ്ടി ഒരു നീരുറവയെ തുറന്നു കൊടുത്തു. അപ്പോൾ ആ ജീവിതാനുഭവം ദൈവത്തിൻ്റെ വെളിപ്പാടായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പ്രസ്താവനകളിലൂടെ മാത്രമല്ല ദൈവത്തിൻ്റെ സ്വഭാവത്തെ വേദപുസ്തകം വിവരിക്കുന്നത്, പ്രത്യുത മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയാണ്. അവിടെ നമ്മൾ കർത്താവിനെ മനസ്സിലാക്കുന്നു. എന്നാൽ അതേപോലെ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതും ഒരു ദൈവ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ദൈവ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഒരു മാതൃകയാണ്. എന്നാൽ അതേസമയം ദൈവ പ്രവൃത്തിയെ വിശ്വസിക്കാതെ ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതവും നമുക്ക് ഒരു മുന്നറിയിപ്പാണ്. അവരുടെ ജീവിതം നമുക്ക് ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ ദൈവികരായ വിശുദ്ധരായ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഒരു മാതൃകയാണ്. അല്ലാതെയുള്ളവരുടെ ജീവിതം നമുക്ക് ഒരു മുന്നറിയിപ്പാണ്.
മുന്നറിയിപ്പുകൾ ധാരാളമുണ്ട് വേദപുസ്തകത്തിൽ. ഞാനതിനെക്കുറിച്ച് പല ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ഒരു ഭാഗം, ഇത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ കാര്യങ്ങളാണ്. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അപ്പം ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ അതേസമയം വിശുദ്ധരായ ആളുകളുടെ ജീവിതാനുഭവം നമ്മൾ പഠിക്കുമ്പോൾ അവരെ പോലെ ആകാനുള്ള, അവർ നമുക്ക് മുന്നോടികളാണ്. അവരെ നമ്മൾ കണ്ടു പഠിക്കണം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ ചരിത്രം നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ അവിടെയെല്ലാം നമ്മൾ കാണുന്ന കാര്യം എന്താണ്? വിശ്വാസത്താൽ അവരെന്ത് ചെയ്തു എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മളും ഈ ഓട്ടക്കളത്തിൽ അവരുടെ പുറകെ ഓടുന്നവരാണ്. അത് നമുക്ക് മാതൃകയായി നമ്മളത് സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ വേദപുസ്തക കഥാപാത്രങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ദൈവവചനത്തിലൂടെ വരച്ച് കാട്ടിയിരിക്കുന്നത്, അവരുടെ ഓരോരുത്തരുടെയും ചരിത്രം പഠിച്ചാൽ നമുക്ക് മാതൃകയായി നമ്മൾ അനുകരിക്കേണ്ടതായ ജീവിതാനുഭവങ്ങളായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ മാതൃകയുള്ള ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം ഞാൻ ഇന്ന് ഒരു വ്യക്തിയെ ഒന്ന് എടുത്തു കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളെ ഒരു പ്രശ്നം എന്നറിയാമോ? അങ്ങനെയുള്ള മാതൃകയുള്ള ആളുകളെയൊക്കെ എടുത്തു കാണിക്കുമ്പോൾ നമ്മൾ പറയും, അതൊക്കെ അവരൊക്കെ വലിയ വലിയ സ്പിരിച്വൽ ജയൻസാണ്, നമ്മളൊന്നും അത്രയൊന്നും ആയിട്ടില്ല, നമുക്ക് അവരെ പോലെ ആകാൻ കഴിയുകയില്ല എന്നുള്ള ഒരു ചിന്ത. ഒരിക്കലും ഒരു ആത്മീകമായ ചിന്തയല്ല. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു കഥാപാത്രമാണ് ഹാനോക്ക്. എല്ലാവർക്കും അറിയാം ഇല്ലേ ഹാനോക്കിൻ്റെ ചരിത്രം? അപ്പോൾ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. നമ്മൾ പെട്ടെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മളൊന്നും ആലോചിക്കാതെ പറയുന്നത്, അപ്പോൾ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ നടക്കാൻ പറ്റുമോ? ഹാനോക്കിന് എന്താണ് അങ്ങനെയൊക്കെ നടക്കാം, എനിക്ക് ഭാര്യയും മക്കളൊക്കെ ഇല്ലേ, എനിക്കിപ്പോൾ അങ്ങനെ നടക്കാൻ പറ്റുമോ? ഒന്ന് വായിക്കുക പോലും ചെയ്യാതെ നമ്മൾ പറയുന്ന കാര്യമാണ്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത്, നമ്മൾ എക്സ്ക്യൂസസ് പറയുകയാണ്. പക്ഷേ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ പറയുന്ന ഹാനോക്കിനും ആരൊക്കെ ഉണ്ടായിരുന്നു? ഭാര്യയും ഉണ്ടായിരുന്നു, മക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഭാര്യയും മക്കളും ഉള്ളത് ദൈവത്തോടു കൂടെ നടക്കാൻ ഒരു തടസ്സമാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഇനി വേദപുസ്തകത്തിലെ ഏത് കഥാപാത്രങ്ങളുടെ കാര്യം പറഞ്ഞാലും നമ്മൾ അവരെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്ത് മാറ്റി നിർത്തുകയല്ല, പ്രത്യുത നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ. ഞാൻ ഏലിയാവിനെക്കുറിച്ച് ഒരു ബൈബിൾ ക്ലാസ് ഇവിടെ എടുത്തിരുന്നല്ലോ. അപ്പോൾ ഏലിയാവിനെക്കുറിച്ച് പറയുമ്പോഴും പുതിയ നിയമത്തിൽ വരുമ്പോൾ, പഴയ നിയമത്തിൽ നമ്മൾ ഏലിയാവിനെ കാണുന്നത് ശക്തനായ ഒരു പ്രവാചകനായി വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ്. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ ഏലിയാവിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ ഒരു വലിയ ലെജൻഡായിട്ട് ഏലിയാവിനെ ഒരു ഇതിഹാസ കഥാപാത്രമാക്കി വെക്കുവാനല്ല, പ്രത്യുത ആ ജീവിതം നമുക്കും ബാധകമാണ്, നമുക്കും അത് കഴിയും എന്നുള്ളതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നതായ കാര്യം. മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ വെളിപ്പെടുന്നവനായ ദൈവം, അതിൻ്റെ നറേഷനാണ് വേദപുസ്തകത്തിൽ കാണുന്നത് എന്ന് നമ്മൾ കണ്ടു. ഈ ഹാനോക്കിനെക്കുറിച്ച് ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ, അത് വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഹാനോക്കിനെക്കുറിച്ച് പറയുന്നുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. അപ്പോൾ ഈ പുതിയ നിയമത്തിൽ നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ, പ്രത്യേകിച്ച് യൂദായുടെ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഹാനോക്കിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മളവിടെ കാണുന്നുണ്ട്. വളരെ ചെറിയ ഒരു ഡിസ്ക്രിപ്ഷനാണ് യൂദായുടെ ലേഖനം. അതിൻ്റെ 1-ാം അധ്യായം, ഒരു അധ്യായമേ ഉള്ളൂ. അതിൻ്റെ 14-ാമത്തെ വാക്യം മുതൽ, ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവൻ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ആദാം മുതൽ 7-ാമനായ ഹാനോക്ക്.
അപ്പം ആൾ തെറ്റിപ്പോകാതിരിക്കാനാ ഒരേ പേരിൽ പല ആളുകളുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? ഒരു ഡിസ്ക്രിപ്ഷൻ സാധാരണ കൊടുക്കാറുണ്ട്. ഒരു ഡിസ്ക്രിപ്ഷൻ. സാജു എന്ന് പേരുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ സാജു എന്ന് പേരുള്ള ഒത്തിരി പേരുള്ളപ്പം ഏത് സാജു ആണെന്നറിയാൻ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. എൻ്റെ ഗ്രാമത്തിൽ ചെന്ന് പറയുകയാണെങ്കിൽ ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞാലൊന്നും അവിടുത്തെ ഗ്രാമവാസികൾക്കൊന്നും സാജുവിനെ അറിയത്തൊന്നുമില്ല. സാജുവിനെ അറിയണമെങ്കിൽ അവർ പറയും അത് നമ്മൾ വട്ടപ്പാറ ബേബിച്ചാൻ്റെ മോനെ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാവുന്നത് ഇതുപോലെ ഈ കുടുംബത്തിൻ്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞാലേ അറിയത്തുള്ളൂ. അപ്പോൾ അത് പല സാജു ഉള്ളപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു സാജുവേ ഉള്ളെങ്കിൽ പ്രശ്നമില്ല. ഇതുപോലെ ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ ഞാനിത് വായിച്ചപ്പോൾ ആലോചിച്ചു, എന്തിനാ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ? ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. അപ്പോൾ വേറെ ഹാനോക്ക് ഉണ്ടോ? സത്യം പറയാമല്ലോ, ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ചത് വേദപുസ്തകത്തിലാകെ ഒരു ഹാനോക്കേ ഉള്ളെന്നാണ്. അല്ല, അങ്ങനെയാണല്ലോ നമ്മളിൽ പലരും ചിന്തിക്കുന്നത്. അപ്പോൾ ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ആദാം മുതൽ ഏഴാമനല്ല, അതിന് മുമ്പേ തന്നെ ഒരു ഹാനോക്കുണ്ട്. അതിന് വളരെ മുമ്പ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, കയീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. നോക്ക്, ഒത്തിരി ദൂരെയൊന്നുമല്ല. ആദാം, കയീൻ, ഹാനോക്ക്. ആദാം മുതൽ 3-ാമനായ ഹാനോക്ക്. അപ്പോൾ ആദാം മുതൽ 3-ാമനായ ഹാനോക്ക് എന്നാലോചിച്ച് നോക്കിയേ. ഇത് ആദാം മുതൽ 7-ാമനായ ഹാനോക്കാണ്. പക്ഷേ ഈ ഹാനോക്കിനെ നമ്മൾ വേദപുസ്തകം എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ഇല്ലേ? ഏറ്റവും കുറഞ്ഞത് ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ കുറച്ച് അധ്യായം എല്ലാവരും വായിക്കും. കാര്യം എല്ലാ ഡിസംബർ 31-ാം തീയതി നമ്മളൊരു തീരുമാനം എടുക്കുമല്ലോ, ഈ വർഷം വേദപുസ്തകം മൊത്തം വായിക്കും. അങ്ങനെ വായിച്ചു തുടങ്ങും. എന്താണെങ്കിലും ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ കുറച്ച് അധ്യായങ്ങൾ വായിക്കും, പിന്നെ അങ്ങ് നിർത്തും. എന്നാലും ഇത് ജീവിതത്തിൽ പലയാവർത്തി വായിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. പക്ഷെ നമ്മളാരും പെട്ടെന്ന് ഇത് ഓർക്കുന്നില്ല. അപ്പം ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഓർക്കാത്തത് ഒരു ദൈവനീതിയാണ്. എന്നറിയാമോ? ഈ ഹാനോക്കിനെ ഓർത്തിരിക്കണം എന്ന് വെച്ച് നോക്കുക. ആ ഹാനോക്കിൻ്റെ അപ്പൻ ആരാ? കയീൻ. ആദാമിൻ്റെ മകൻ, കയീൻ്റെ മകൻ ഹാനോക്ക്. അവനൊരു മകനുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ കയീൻ ചിന്തിച്ചു, എൻ്റെ മോൻ്റെ പേര് എല്ലാവരും ഓർത്തിരിക്കണം. അതുകൊണ്ട് കയീൻ എന്ത് ചെയ്തു? അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു. ആര്? കയീൻ. പട്ടണം പണിത് ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു. നമ്മളൊക്കെ മാക്സിമം നമ്മുടെ പിള്ളേരുടെ പേര് നിലനിർത്താൻ നമ്മുടെ വീടിന് വല്ല പ്രൈസും ഇല്ലാന്നോ അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പിള്ളേരുടെ പേര് വെച്ചുകൊണ്ടൊക്കെ ഇടും. ഇത് വീടൊന്നുമല്ല, ഒരു പട്ടണം പണിതു, എന്നിട്ട് മകൻ്റെ പേരിട്ടു. എന്നിട്ടും ഈ ഹാനോക്കിനെ നമ്മളാരും ഓർക്കുന്നില്ല. അപ്പം പേരുണ്ടാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ അങ്ങനെയാണ്. ഇന്നിപ്പം പൊതുവേ ഉള്ള കാര്യം അതാണല്ലോ, എൻ്റെ പേരുണ്ടാക്കാൻ. കാര്യം പണ്ട് കാലത്ത് പേരൊന്നും ഉണ്ടാക്കും, എല്ലാം കഴിക്കുകയും കുടിക്കുകയും ചെയ്യാന്നുള്ളതായിരുന്നു. ഇപ്പോൾ അതല്ല, എനിക്കൊരു പേര് വേണം. ഈ പേര് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതും ഇതൊക്കെ കാണിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും പേര് നിലനിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കയീൻ തൻ്റെ മകന് ഒരു പട്ടണം പണിത് ആ പട്ടണത്തിന് ഹാനോക്കെന്ന് പേരിട്ടിട്ട് പോലും ആ ഹാനോക്കിനെ നമ്മൾ ആരും ഓർക്കുന്നില്ല എന്നുള്ളത് എത്ര സങ്കടകരമായ ഒരു കാര്യമാണ്. അങ്ങനെ നിലനിൽക്കണമെന്ന് അങ്ങനെയാ ചിലരുടെ ചിന്ത. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ 49-ാം സങ്കീർത്തനം അതിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായി നിൽക്കും എന്നിങ്ങനെ ആകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു, എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കയില്ല, അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. നോക്കുക, ചില ആളുകളെക്കുറിച്ച് പറയുകയാണ്, അവർ പേര് നിലനിർത്താനായിട്ട് നിലങ്ങളൊക്കെ സമ്പാദിക്കുന്നു,
അവർ പറയുന്നത് അങ്ങനെ വീടുമൊക്കെ ഉണ്ടാക്കി വലിയ വലിയ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടാക്കിയാൽ തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമാണ്, അങ്ങനെ ശാശ്വതമായിട്ട് എൻ്റെ പേര് നിലനിൽക്കും എന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ടാണല്ലോ ഈ പള്ളികളിൽ പോലും ഓരോരുത്തർ അവരുടെ പേരിൽ ഓരോ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ മുറി പണിത് കൊടുക്കുന്നു, സ്പോൺസേർഡ് ബൈ ഇന്നാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ഫോട്ടോയും കൊണ്ട് വെക്കുന്നു. പണ്ടൊന്നും ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ ഫോട്ടോയും കൊണ്ട് വെക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇയാൾ ആരാ, ഇതൊന്നും നിലനിൽക്കത്തൊന്നുമില്ല. അവർ ചിന്തിച്ചത് ഈ കെട്ടിടമുള്ള കാലത്തോളം അല്ലെങ്കിൽ ലോകമുള്ള കാലത്തോളം എൻ്റെ പേര് നിലനിൽക്കുമെന്നൊക്കെയാണ്. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറയായും നിലനിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു, എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല എന്നുള്ളതാണ്. നിലനിൽക്കുകയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, പേരുണ്ടാക്കാൻ ഇപ്പം ഈ ചാരിറ്റി നടത്തുന്ന ആളുകൾ തന്നെ ഉണ്ടല്ലോ. എല്ലാവരും അല്ലെങ്കിലും നല്ലൊരു ശതമാനവും ചാരിറ്റി നടത്തിയിട്ട് അതെല്ലാം അഡ്വർടൈസ് ചെയ്യാനാണ് എല്ലാം ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട കൊച്ചിനൊരു ഫീസ് കൊടുത്തിട്ട് അത് കൊടുക്കുന്നത് 25,000 രൂപ ആയിരിക്കും, അല്ലെങ്കിൽ 50,000 രൂപ ആയിരിക്കും. എന്നിട്ട് 5 ലക്ഷം രൂപ മുടക്കി വേണമെങ്കിൽ അതിൻ്റെ പരസ്യം ഇടും. കൊച്ചിന് കൊടുക്കുന്നത് 50,000, പരസ്യം ഇടുന്നത് 5 ലക്ഷത്തിനും. എന്തിനാ? പേര് നിലനിർത്താൻ, അല്ല എന്തിനാ? ആരും അറിയാതെ കൊടുക്കാൻ ആൾക്കാർക്ക് പൊതുവേ താല്പര്യമില്ല, പേര് നിലനിർത്താനായിട്ട്. ഇതൊക്കെ ആരാണ്ട് തിരക്കുന്നുണ്ടോ? ആ കൊച്ചെങ്കിലും ഓർത്താൽ ഭാഗ്യമെന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. ഇത് കിട്ടിയ കൊച്ചു തന്നെ ഒന്ന് ഓർത്താൽ ഭാഗ്യമെന്ന്. അപ്പോൾ പേര് നിലനിർത്താനുള്ള വലിയ തത്രപ്പാട് അവരുടെ അന്തർഗതം അങ്ങനെയാണ്. പക്ഷേ മനുഷ്യൻ അവൻ്റെ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല. പേര് വേണ്ട എന്ന് പറയുന്നവരുടെ പേരാണ് പലപ്പോഴും നിലനിൽക്കുന്നത്. ഈ നമ്മുടെ ഹാനോക്കിനെ നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ടല്ലേ? എന്നാൽ പട്ടണം പണിത ഹാനോക്കിനെ ഇപ്പോഴാരും ഓർക്കുന്നില്ല. ഞാൻ ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ, സ്കോട്ട്ലൻഡിൽ വളർന്ന ചെറുപ്പക്കാരായിരുന്നപ്പോൾ അവർ രണ്ടുപേരും എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചു. ഡേവിഡ് ലിവിങ്സ്റ്റൺ മെഡിസിൻ പഠിച്ച്, ഡേവിഡ് ലിവിങ്സ്റ്റൺ ഒരു വലിയൊരു ആഗ്രഹം ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ പോയി അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ജീവിച്ച് അങ്ങനെ കർത്താവിന് വേണ്ടി നിലകൊള്ളണം എന്നുള്ളൊരാഗ്രഹം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ തോമസ് ലിവിങ്സ്റ്റൺ ഇവർ രണ്ടുപേരും കൂടി ഇന്ന് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തോമസ് ലിവിങ്സ്റ്റൺ പറഞ്ഞു, അങ്ങനെ മണ്ടം കളിക്കാനൊന്നും, നമ്മുടെ ഭാഷയിലൊരു വാക്കാണല്ലോ, അങ്ങനെ പൊട്ടം കളിക്കാനും മണ്ടം കളിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. എനിക്കൊരു പേര് വേണം, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോകുകയാണ്, ഞാൻ ഇവിടുന്ന് അമേരിക്കയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. അവിടെ പോയി അവിടുത്തെ പൊളിറ്റിക്സിൽ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഡേവിഡ് ലിവിങ്സ്റ്റൺ പാവം ആഫ്രിക്കയിലേക്ക് വന്നു. ഡേവിഡ് ലിവിങ്സ്റ്റൺ താമസിച്ച സ്ഥലങ്ങളിലൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്. ടാൻസാനിയയിൽ, മൊസാംബിക്കിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ, പ്രത്യേകിച്ച് മൊസാംബിക്കിൽ പല സ്ഥലങ്ങളിൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ താമസിച്ചിട്ടുണ്ട്. അവിടുത്തെ ക്ലിമാനി പോലുള്ള സംബേസിയ പ്രോവിൻസിൽ ഞാൻ ആ ഏരിയയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല. ഡേവിഡ് ലിവിങ്സ്റ്റൺ അവിടെ പോകുന്ന സമയത്ത് തോമസ് ലിവിങ്സ്റ്റൺ പറഞ്ഞു, എടാ നീ അവിടെ പോയാൽ ഒരു മനുഷ്യനും അറിയാതെ നീ ചാകും. ഒന്നുകിൽ അവർ തന്നെ നിന്നെ തല്ലിക്കൊന്ന് തിന്നും, അല്ലെങ്കിൽ വല്ല സിംഹവും നിന്നെ, കാട്ടുമൃഗങ്ങൾ വല്ലതും നിന്നെ കൊല്ലും. അതുകൊണ്ട് ഒരു മനുഷ്യനും അറിയാതെ നീ മരിക്കേണ്ടി വരും. എന്നെ അതിന് കിട്ടത്തില്ല, എനിക്കൊരു പേര് വേണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം അമേരിക്കയ്ക്ക് പോകുന്നു. ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയ്ക്ക് പോകുന്നു. ഈ സഹോദരൻ പറഞ്ഞതിനകത്ത് ചില കാര്യം ശരിയാണ്. ഡേവിഡ് ലിവിങ്സ്റ്റനെ അവിടെ ആരും നരഭോജികളാരും തല്ലിക്കൊന്ന് തിന്നൊന്നുമില്ല. എങ്കിലും അദ്ദേഹം ഒരു പ്രാവശ്യം ഒരു സിംഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ തോള് അടിച്ച് പറിച്ച് കളഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം മുഖേന അങ്ങനെ വലിയ മാസ് കൺവേർഷനൊന്നും നടന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കിയ അനേക ആളുകൾ കർത്താവിനെ സ്വീകരിക്കുവാൻ ഇടയായി. അതുപോലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ മനസ്സിലാക്കി ഒരു എക്സ്പ്ലോറർ എന്ന നിലയിൽ അദ്ദേഹം വളർന്നു. ഒടുവിൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ മരിക്കുന്ന സമയത്ത് ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ബോഡി ആഫ്രിക്കയിൽ ഇടരുത്, പകരം
നമുക്ക് അത് വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ കൊണ്ടുവന്ന് അടക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചു. ബോഡി എടുത്തുകൊണ്ട് വരാനായിട്ട് പട്ടാളക്കാർ ചെന്ന് കഴിഞ്ഞപ്പോൾ ആഫ്രിക്കക്കാർ പറഞ്ഞു, ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ ഡേവിഡ് ലിവിങ്സ്റ്റനെ ഞങ്ങൾ വിട്ടുതരത്തില്ലെന്ന്. ഒടുവിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കി. എന്താണ് കോംപ്രമൈസ് എന്ന് ചോദിച്ചാൽ, ആഫ്രിക്കയെ സ്നേഹിച്ച ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ഹൃദയം ആഫ്രിക്ക കിടക്കട്ടെ, ബോഡി വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ കൊണ്ടുപോവുക. അങ്ങനെ ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ഹൃദയം ആഫ്രിക്കയിൽ സംസ്കരിച്ചു. ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ബോഡി വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ കൊണ്ടുവന്നു. ഇന്നും വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ളത് ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ശവശരീരം കാണാനാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. പേരൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പോയ ആളാണ്. അങ്ങനെ ആ ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ശവകുടീരത്തിൽ ചെന്ന് മിഷനു വേണ്ടി തീരുമാനമെടുത്ത് ആഫ്രിക്കയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും മിഷനറിമാരായി പോയ അനേകം ആളുകളുണ്ട്. ഒരു പക്ഷേ ഡേവിഡ് ലിവിങ്സ്റ്റൺ ജീവിച്ചിരുന്നപ്പോൾ സ്വാധീനിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളെ ഡേവിഡ് ലിവിങ്സ്റ്റൺ മരിച്ചതിന് ശേഷം സ്വാധീനിച്ചിട്ടുണ്ട് മിഷനറിമാരായിട്ട്. ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ചരിത്രം വായിച്ചിട്ട് എത്രയോ പേര് ഇല്ലേ. ഇനി നമുക്ക് നോക്കാം ഈ തോമസ് ലിവിങ്സ്റ്റൺ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. തോമസ് ലിവിങ്സ്റ്റണും മോശക്കാരനൊന്നും അല്ലായിരുന്നു. അദ്ദേഹം അമേരിക്കയിൽ പോയി അവിടെ മൈഗ്രേറ്റ് ചെയ്തു, അവിടുത്തെ പൊളിറ്റിക്സിൽ ഇടപെട്ടു. അദ്ദേഹം ഒരു സെനറ്ററായി, രാഷ്ട്രീയത്തിൽ ഇടപെട്ടു, രാഷ്ട്രീയത്തിൽ മിടുക്കനായിരുന്നു, ഒരു സെനറ്ററായി, അമേരിക്കയിൽ ഒരു സെനറ്ററായി. അദ്ദേഹത്തെക്കുറിച്ചൊരു ചെറിയ നോട്ട് എഴുതിയത്, അതിനെക്കുറിച്ച് ഞാൻ ഒരിടത്ത് വായിച്ചിട്ടുണ്ട്. അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എഴുതിയ നോട്ടല്ല, അതിനെക്കുറിച്ച് ഒരാൾ എഴുതിയത് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. തോമസ് ലിവിങ്സ്റ്റൺ, ബോൺ ഇൻ സ്കോട്ട്ലൻഡ്, മൈഗ്രേറ്റഡ് ടു അമേരിക്ക, entered into politics, became a senator. He is brother of famous David Livingstone. പേര് വേണ്ട എന്ന് പറഞ്ഞു പോയ ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ പേരിലാണ് പേരുണ്ടാക്കാൻ പോയ തോമസ് ലിവിങ്സ്റ്റൺ അറിയപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പേരുണ്ടാക്കാൻ നമ്മളായിട്ട് മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ മാനിക്കുവാൻ ദൈവം മാനിച്ചാലേ അത് മാനമാകത്തുള്ളൂ. അതുകൊണ്ട് പേരുണ്ടാക്കാനുള്ള വലിയ ഒരു പരിശ്രമം നമുക്ക് വലിയ അനിവാര്യമാണെന്ന് നമ്മൾ ഓർക്കണ്ട. നമ്മുടെ ഹാനോക്ക് എന്ന് പറയത്തക്ക രീതിയിലുള്ളൊരു അടുപ്പം നമുക്ക് ഹാനോക്കിനോടുണ്ട് അല്ലേ. നമ്മുടെ ഹാനോക്ക്, ആ ഹാനോക്കിനെ ഇന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെയും ഹാനോക്കിൻ്റെ ചരിത്രം അറിയാം. ഈ ഹാനോക്കിനെ നമ്മൾ ഇത്രയും ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു പട്ടണം പണിതത് കൊണ്ടല്ല. ആണോ? പട്ടണം പണിത ഹാനോക്കിനെ നമ്മൾ ആരും ഓർക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഹാനോക്കിനെ നമ്മളെല്ലാവരും അറിയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഒരു പരിധി വരെ പറഞ്ഞാൽ ഈ ഹാനോക്ക് കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരുന്നത് കൊണ്ടുമല്ല. ശരിക്കും ആ കാലഘട്ടം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹാനോക്ക് ജീവിച്ച വർഷങ്ങൾ നമ്മൾ കൂടുതലൊന്നും എന്ന് പറയാനും മാത്രം ഇല്ല. ശരിക്കും മറ്റുള്ളവരെക്കാൾ കുറച്ച് വർഷങ്ങളെ ജീവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ ഈ ഹാനോക്കിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഹാനോക്കിൻ്റെ പിതാവ് യാരദിൻ്റെ മകൻ ഹാനോക്കിൻ്റെ മകൻ മെതുശലേഹ്. യാരദ്, ഹാനോക്ക്, മെതുശലേഹ്, ഇവരുടെ ജീവിത രീതി അല്ലെങ്കിൽ ജീവിത കാലയളവ് നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ 5-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ, യാരദിന് 162 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരദ് 800 സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യാരദിൻ്റെ ആയുഷ്കാലം ആകെ 962 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലേഹിനെ ജനിപ്പിച്ചു. മെതുശലേഹിനെ ജനിപ്പിച്ചതിന് ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. മെതുശലേഹിന് 187 വയസ്സായപ്പോൾ അവൻ ലാമക്കിനെ ജനിപ്പിച്ചു. ലാമോക്കിനെ ജനിപ്പിച്ച ശേഷം മെതുശലേഹ് 782 സംവത്സരം ജീവിച്ചിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മെതുശലേഹിൻ്റെ ആയുഷ്കാലം ആകെ 969 സംവത്സരം ആയിരുന്നു. പിന്നെ അവൻ മരിച്ചു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ജീവിച്ചത് മെതുശലേഹാണ്, 969 സംവത്സരം. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ജീവിച്ചത് യാരദ, 962 സംവത്സരം.
അതിനിടയ്ക്കുള്ള ആളാണ് ഹാനോക്ക്. 365 സംവത്സരം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 969 വർഷങ്ങൾ ജീവിച്ചിരുന്ന മെതുശലേഹിനും 962 വർഷങ്ങൾ ജീവിച്ചിരുന്ന യാരെദിനും ഇടയ്ക്കുള്ള ഹാനോക്ക് മരിക്കുന്നത്, അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതല്ല, ആയുഷ്കാലം വെറും 365 സംവത്സരം. ഒരു പരിധിവരെ എന്താണ് ലോങ് ഇയേഴ്സ് എന്നൊന്നും പറയാനൊന്നുമില്ല, വളരെ ചുരുങ്ങിയ കാലയളവ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. 99 വയസ്സുള്ള മകനും 96 വയസ്സുള്ള അപ്പനും അതിനിടയ്ക്കുള്ള വ്യക്തി 36 വയസ്സിൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ പറയും? നല്ല ചെറുക്കനായിരുന്നു, പക്ഷേ ചെറുപ്പത്തിലേ തട്ടിപ്പോയി. മിക്കവാറും ഹാനോക്കിനെ കാണാതായപ്പോഴും ആൾക്കാരെല്ലാം പറഞ്ഞ കാര്യമുണ്ട്, പാവം, കഷ്ടമായിപ്പോയി, വെറും 365 സംവത്സരം. അതേ നമ്മുടെ ദോഷ പറഞ്ഞാൽ 36 വർഷം. 36 വയസ്സിലുള്ള ആൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും പറയുമല്ലോ, ഏതാണെങ്കിലും നല്ല പ്രായത്തിൽ മരിച്ചെന്ന്, അല്ലെങ്കിൽ എന്തോ പ്രായമായി മരിച്ചെന്നൊന്നും പറയത്തില്ലല്ലോ, ഇല്ലേ? നമ്മൾ പറയത്തില്ല ചെറിയ പ്രായത്തിൽ മരിച്ചു. ഇതുപോലെ ചെറിയ പ്രായത്തിൽ മരിച്ച അല്ലെങ്കിൽ എടുക്കപ്പെട്ട വ്യക്തിയാണ് ഹാനോക്ക്. മരിച്ചു എന്ന് പറയുന്നതല്ല, മരണം കാണാതെ എടുക്കപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ ജനങ്ങൾക്കതൊന്നും അറിയില്ലല്ലോ. ജനങ്ങൾ നോക്കുമ്പോൾ 365 സംവത്സരം മാത്രം ജീവിച്ചിരുന്ന വ്യക്തി. അപ്പോൾ ഒരു ചുരുങ്ങിയ കാലയളവ് മാത്രമേ ജീവിച്ചുള്ളൂ ഹാനോക്ക് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ചുരുങ്ങിയ കാലം മാത്രമേ ജീവിച്ചുള്ളൂ എന്നുള്ളത് ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. വേദപുസ്തക ചരിത്രവും ദൈവ ജനങ്ങളുടെ ചരിത്രവും ഒക്കെ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ പല ആളുകളും ഇതുപോലെ ചെറിയ പ്രായത്തിൽ ജീവൻ വെടിയേണ്ടി വന്ന വ്യക്തികളാണ്. ഈ കാലയളവിലുണ്ടായിരുന്ന, കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു വ്യക്തി, ജിം എലിയട്ട്. നിങ്ങളെല്ലാം ജിം എലിയട്ടിൻ്റെ സ്റ്റോറി കേട്ട് കാണും. ഔക്ക ജാതിക്കാരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടെ വൊഡോണി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഔക്ക എന്ന് പറയുന്നത് അവരെ പുറത്തുള്ളവർ വിളിച്ചതാണ്, അവരവരെ വിളിച്ചിരുന്ന വൊഡോണി എന്ന് പറയുന്ന ഒരു ട്രൈബാണ്. ആ ട്രൈബിലെ പ്രത്യേകത, ആ ട്രൈബിന് പുറത്തുള്ള ആരെങ്കിലും അവരുടെ ഇടയിലേക്ക് ചെന്നാൽ അവർ കൊന്നുകളയും. അങ്ങനെ ഈ ട്രൈബിൽ സുവിശേഷം അറിയിക്കുവാൻ വളരെ പ്രതീക്ഷയോടുകൂടെ 5 യുവാക്കൾ ഈ സ്ഥലത്ത് ചെന്നു. അതിൽ മുന്നിൽ നിന്ന ഒരു വ്യക്തിയാണ് ജിം എലിയട്ട്. ഈ ജിം എലിയട്ട് അവിടെ ചെന്നു. ഈ ബാക്കിയുള്ള സഹോദരങ്ങളും, നെയ്റ്റ് സെയിൻസ് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള സഹോദരങ്ങളും അവിടെ ചെന്നു. സുവിശേഷം പറയാൻ പരിശ്രമിച്ചു. പക്ഷേ അവർ സുവിശേഷം കേൾക്കുന്നതിന് മുമ്പേ തന്നെ അവർ കുന്തമെറിഞ്ഞ് കൊന്നു, സ്പിയേർഡ്. മരിക്കുമ്പോൾ ജിം എലിയട്ടിന് 29 വയസ്സോ മറ്റേ ഉള്ളൂ, വെരി യങ് ഏജ്. അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു കാണും, ചെറിയ പ്രായത്തിൽ, ഇന്നാണെങ്കിലും നമ്മൾ പറയുന്നത് എന്താണ്, ചെറിയ പ്രായത്തിൽ തന്നെ പോയല്ലോ, ദൈവം എടുത്തു എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ഒരു കാര്യം, പിന്നീട് ജിം എലിയട്ടിൻ്റെ ഭാര്യ എലിസബത്ത് എലിയട്ട് ജിം എലിയട്ടിനെ കുറിച്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. പിന്നീട് എലിസബത്ത് എലിയട്ട് ജിം എലിയട്ടിൻ്റെ പഴയ ഡയറികൾ നോക്കിയപ്പോൾ ഈ വൊഡോണി ട്രൈബിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ഒരു പ്രാർത്ഥന എഴുതിയിരുന്നു. അത് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, ഐ എം നോട്ട് ആസ്കിങ് യു ടു ഗിവ് മീ എ ലോങ് ലൈഫ് ബട്ട് എ ഫുൾ ലൈഫ് ലൈക്ക് യുവേഴ്സ്. ദൈവമേ, ഞാൻ നിന്നോട് ദീർഘായുസ് ആവശ്യപ്പെടുന്നില്ല, പകരം എനിക്ക് പൂർണ്ണതയുള്ള ഒരു ആയുസ്സിനെ നൽകണമേ. അതിൻ്റെ കൂടെ പറയാ, നിൻ്റേതുപോലെ. എന്ന് വെച്ചാൽ യേശുവും ദീർഘായുസ്സുണ്ടായിരുന്ന ഒരു വ്യക്തിയല്ലല്ലോ. 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച വ്യക്തി. ദീർഘമായ ആയുസ്സായിരുന്നില്ല. ദീർഘമായ ആയുസ്സാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും, മിക്കവരും പ്രാർത്ഥിക്കുന്നത് പോലും ദീർഘായുസ്സിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെല്ലാം. പക്ഷേ ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതാണ് ഏറ്റവും പ്രാധാന്യമെന്ന് നമ്മൾ പലപ്പോഴും
ചിന്തിക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ദ ഡ്യൂറേഷൻ ഓഫ് യുവർ ലൈഫ് ദാറ്റ് മാറ്റേഴ്സ്, ബട്ട് ദ ഡൊണേഷൻ ഓഫ് യുവർ ലൈഫ്, ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്യൂറേഷൻ അല്ല, പ്രത്യുത നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. അത് വെച്ച് നോക്കിയാൽ ജിം എലിയട്ട് അദ്ദേഹത്തിന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ അത് പലപ്പോഴും കാണാനായിട്ടില്ല, അല്ലേ? കാര്യം ഈ വൊറോണി ആൾക്കാർ രക്ഷിക്കപ്പെടുന്നത് കാണാൻ പോലും ജിം എലിയട്ടിന് കഴിഞ്ഞില്ല. എന്നാൽ എന്താ സംഭവിച്ചെന്നറിയാമോ? ചില നാളുകൾക്ക് ശേഷം ജിം എലിയട്ടിൻ്റെ ഭാര്യ ആ സമയത്ത്, അതായത് ജിം എലിയട്ട് മരിക്കുമ്പോൾ ജിം എലിയട്ടിൻ്റെ ഭാര്യ, അവർക്ക് ഒരു കുഞ്ഞുണ്ട്, ഒരു ചെറിയ പ്രായത്തിലുള്ള തീരെ ചെറിയ കുഞ്ഞ, സ്മോൾ ചൈൽഡ്. അതിനുശേഷം ജിം എലിയട്ടിൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ ഈ വൊറോണി ട്രൈബിലേക്ക് ചെന്ന് അവരോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോകുകയാണെന്ന് പറഞ്ഞു. മിഷൻ ലീഡർഷിപ്പ് അവളോട് പറഞ്ഞു, എലിസബത്ത് എന്ന അവളുടെ പേര്, ഡോണ്ട് ഗോ, നിൻ്റെ ഭർത്താവിനെ കൊന്നവർ നിന്നെയും കൊല്ലും എന്ന് പറഞ്ഞു. അതാണല്ലോ സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിലും പറയാൻ ചാൻസ് ഉള്ള കാര്യം. അപ്പം എലിസബത്ത് പറഞ്ഞത്, ഐ ഡോണ്ട് നോ, ചിലപ്പോൾ അത് സംഭവിക്കുമായിരിക്കാം, ഐ ഡോണ്ട് കെയർ, പക്ഷേ ഐ ജസ്റ്റ് വാണ്ട് ടു സീ ദാറ്റ് ഐ ആം ഒബേയിങ് ഗാഡ്, ഞാൻ ദൈവത്തെ അനുസരിച്ച് അവിടെ പോകാൻ തീരുമാനമെടുക്കുന്നു എന്ന് പറഞ്ഞ് ജിം എലിയട്ടിൻ്റെ ഭാര്യ, നെയ്റ്റ് സെയിൻറ്റിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ അവർ ഒരുമിച്ച് അവിടെ പോകാൻ പ്ലാൻ ചെയ്തു. അവരവിടെ പോയി. എലിസബത്ത് എലിയട്ടിന് ശരിക്കും അവരുടെ ചിന്തയിൽ ഒരു പ്രതീക്ഷയോ പ്രത്യാശയോ ഒന്നും മാനുഷികമായി ഇല്ലാത്ത സ്ഥലത്തേക്കാണ് പോയത്. കൊല്ലപ്പെടും എന്ന് തന്നെ അവർ ചിന്തിച്ചത്, പക്ഷേ ആരും അവരെ കൊന്നില്ല. അതിനുശേഷം അവർക്ക് അവിടെ സുവിശേഷം പ്രചരിപ്പിക്കാൻ പറ്റി. ആ ട്രൈബിൽ അനേകർ കർത്താവിനെ സ്വീകരിച്ചു, ഇൻക്ലൂഡിങ് ജിം എലിയട്ടിനെ കുന്തമെറിഞ്ഞ് കൊന്ന വ്യക്തി വരെ. ജിം എലിയട്ടിനെ കുന്തമെറിഞ്ഞ് കൊന്ന വ്യക്തി വരെ രക്ഷിക്കപ്പെട്ടു. അവിടെ അവരുടെ സഭ തുടങ്ങി. നെയ്റ്റ് സെയിൻറ്റിൻ്റെ മോന് വന്ന് അവിടെ ഉണ്ട്, കുഞ്ഞ, ചെറിയ പ്രായമാണ്. ഈ ജിം എലിയട്ടിനെ കുന്തമെറിഞ്ഞ് കൊന്ന വ്യക്തി അവിടുത്തെ പാസ്റ്ററായി. എന്നിട്ട് വലിയൊരു അത്ഭുതം നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെയ്റ്റ് സെയിൻറ്റിൻ്റെ മോൻ സ്നാനപ്പെടാൻ ആഗ്രഹിച്ചപ്പോൾ അവനെ സ്നാനപ്പെടുത്തിയത് ജിം എലിയട്ടിനെ കൊന്ന ആ വ്യക്തി, ഇപ്പോൾ പാസ്റ്ററാണ്. അദ്ദേഹമാണ് നെയ്റ്റ് സെയിൻറ്റിൻ്റെ മകനെ, അതായത് ജിം എലിയട്ടിനെ മാത്രമല്ല, ഇത് എല്ലാവരെയും അവർ ബാക്കിയുള്ള എല്ലാവരെയും, ബാക്കി 4 പേരെയും കൊന്നത് ഇവരൊരുമിച്ച സ്നാനപ്പെടുത്തുവാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ പദ്ധതി ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ജിം എലിയട്ടിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ദീർഘായുസല്ല, പൂർണ്ണതയുള്ള ഒരു ആയുസ്സാണ്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ജിം എലിയട്ടിൻ്റെ ജീവിതം പൂർണ്ണതയുള്ള ഒരു ആയുസ്സായിരുന്നു. യേശു കർത്താവ് 33 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. പക്ഷേ മരിക്കുമ്പോൾ യേശു പറയുന്നത് എന്താ? സകലതും നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചതായ ജോലി, ദൗത്യം, അത് നിവൃത്തിയാവുക എന്നുള്ളതാണ്, അത് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, 40 വർഷം ജീവിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയക്കുകയാണെന്ന് വെച്ചു. 40 വയസ്സായപ്പോൾ നമ്മൾ ചെയ്യാനുള്ള എല്ലാ പ്രവൃത്തിയും ചെയ്തതിന് ശേഷം മരിച്ചു. എന്താ പ്രശ്നം? 40 വയസ്സുകൊണ്ട് ചെയ്യാൻ ദൈവം തന്നതെല്ലാം 40 വർഷം കൊണ്ട് ചെയ്ത് തീർത്തെങ്കിൽ, പൂർത്തീകരിച്ചെങ്കിൽ, പിന്നെ എന്തിനാ 80 വയസ്സ് വരെ ജീവിക്കുന്നത്? അതിന് ചെയ്യാനുള്ളത് ചെയ്തല്ലോ. പിന്നെ ടോൺ വെച്ച് നോക്കിയാൽ 40 വർഷം കൊണ്ട് ചെയ്യേണ്ട കാര്യം 80 വയസ്സ് ആയിട്ടും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ 80 വയസ്സ് വരെ ജീവിച്ച്? ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം.
അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, എൻ്റെ വചനങ്ങളെ കേൾക്കുന്നവർ, ദൈവം എന്നെക്കുറിച്ച് എന്ത് ഉദ്ദേശിക്കുന്നോ അത് ചെയ്ത് തീർക്കണം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. 365 സംവത്സരം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന വേദഭാഗം വായിക്കുമ്പോഴെല്ലാം ഞാൻ ആലോചിക്കാറുണ്ട്, ദൈവം ഹാനോക്കിനോട് കൂടെ നടന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നെന്ന് പറയുന്നത് ഞാൻ അതിനേക്കാൾ പ്രാധാന്യം കൊടുത്ത് പറയുന്നുണ്ട്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ഹാനോക്കിനോടുകൂടെ നടക്കുന്നത്, നമ്മുടെ കൂടെ ദൈവം നടക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. പക്ഷേ നമ്മൾ ദൈവത്തോടു കൂടെ നടക്കുന്നത് നമ്മളുടെ ഡിസിഷനാണ്, നമ്മുടെ തീരുമാനമാണ്. ഞാൻ എൻ്റെ ദൈവത്തെ ഇട്ടിട്ട് എങ്ങോട്ടും പോകത്തില്ല. അങ്ങനെ ഹാനോക്ക് വളരെ വ്യക്തമായിട്ട് തീരുമാനമെടുത്തു, എൻ്റെ ദൈവത്തെ വിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ട. ദൈവം നമ്മുടെ കൂടെ നടക്കും, പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തോടു കൂടെ നടക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ ഒരു കാര്യമാണ്. വി നീഡ് ടു വാക്ക് വിത്ത് ഗാഡ്. ദൈവത്തോട് കൂടെ നമ്മൾ നടക്കണമെങ്കിൽ വി നീഡ് ടു ടേക്ക് എ ഡിസിഷൻ. നമ്മളൊരു തീരുമാനം എടുക്കണം, ഞാൻ എൻ്റെ ദൈവത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല. നമ്മൾ ദൈവത്തോട് കൂടെ നടക്കണം. ദൈവം നമ്മുടെ കൂടെയും നടക്കണം. ദൈവം നമ്മുടെ കൂടെ നടക്കും. പക്ഷെ നമ്മൾ ദൈവത്തോടു കൂടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ നമ്മൾ ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ അങ്ങനെ ചുമ്മാ അങ്ങ് നടക്കാൻ പറ്റുമോ? ഞാൻ ഈ ആമോസിൻ്റെ പ്രവചനം വായിക്കുമ്പോൾ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്. 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, ഇസ്രായേൽ മക്കളെ, നിങ്ങളെക്കുറിച്ചും ഞാൻ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച സർവ്വവംശത്തെക്കുറിച്ചും യഹോവ അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പീൻ. ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? അപ്പോൾ ഒരുമിച്ച് നടക്കണമെങ്കിൽ 2 പേർ തമ്മിൽ ഒക്കണം. ദൈവത്തിൻ്റെ കൂടെ ഞാൻ നടക്കണമെങ്കിൽ ഞാനും ദൈവവും തമ്മിൽ ഒക്കണം. ഒക്കണമെന്നുള്ള വാക്ക് ഞാനങ്ങ് മലയാളത്തിൽ പറയുകയാണ്. അൺലെസ് ദേ കീപ്പ് ആൻ അപ്പോയിൻമെൻറ്റ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഷാൽ ടു വാക്ക് ടുഗദർ എക്സെപ്റ്റ് ദേ ഹാവ് എഗ്രീഡ്. ദേ ഹാവ് എഗ്രീഡ് എന്ന് പറയുന്നത് ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കുന്ന കാര്യം മാത്രമല്ല അവിടെ പറയുന്നത്. ആ എഗ്രിമെൻറ്റ്, ദൈവികമായ ഒരു ജീവിതം നമുക്കുണ്ടെങ്കിലേ എനിക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ കഴിയത്തുള്ളൂ. ഒന്ന്, ദൈവം നമ്മളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് അവിടെ. അതുകൊണ്ടാണ് ആദ്യത്തെ ഇത് പറയുന്നത്, ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. നോൺ ബൈ കവനൻറ്റ്, യാഥാന്ന് പറയുന്നൊരു വാക്കാണ്. നോൺ ബൈ കവനൻറ്റ്, ഞാൻ നിങ്ങളുമായിട്ട് മാത്രമേ ഉടമ്പടി ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇസ്രായേൽ മക്കളുമായിട്ട് ദൈവം ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഉടമ്പടി ഉണ്ടാക്കിയാലും കൂടെ നടക്കണമെങ്കിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൽ എഴുതുന്ന എഗ്രിമെൻ്റ് അല്ല, ലൈഫ്, ജീവിതം എഗ്രിമെൻറ്റിലായിരിക്കണം. കർത്താവ് നമ്മളുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉടമ്പടി ഉണ്ടാക്കിയത് കൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, I have made an appointment or made a covenant with you. I have known you by covenant. ഞാൻ ഉടമ്പടിയാൽ നിങ്ങളെ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളുമായിട്ട് ഉടമ്പടി ചെയ്തില്ലേ, അതുകൊണ്ട് ഞാൻ നിന്നെ, നമ്മുടെ ചില കടത്തി പറഞ്ഞാൽ, അതുകൊണ്ട് നിൻ്റെ ഒരു പാപത്തെയും ഞാൻ വെറുതെ വിടത്തില്ല. നിൻ്റെ അകൃത്യങ്ങളൊക്കെയും ഞാൻ നിന്നിൽ സന്ദർശിക്കും. കാര്യം ഞാൻ നീയുമായിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഉടമ്പടി ചെയ്യാത്തവനുമായിട്ടുള്ള കാര്യത്തിൽ ചിലപ്പോൾ ഞാൻ കണ്ണടച്ചെന്നിരിക്കും, പക്ഷേ നിൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ണടയ്ക്കത്തില്ല. അത് സ്നേഹത്തിൻ്റെ ഒരു പ്രകാശനമാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ, ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്, എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അയൽവക്കത്തെ പിള്ളേർ ഇരുന്ന് ചീട്ട് കളിക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ എന്തോ പറയും, ഞാൻ ചെന്ന് 2 പൊട്ടിയിൽ കൊടുക്കുമോ? അതൊന്നുമില്ല.
ഞാൻ പറയും, ഓ എൻ്റെ ദൈവമേ, ഈ തലമുറയുടെ കാര്യം ഇവനൊക്കെ കണ്ടില്ലേ, മുട്ടയെന്ന് വിടിഞ്ഞില്ല, അതിന് മുമ്പേ ചീട്ടുകളി. പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോൾ എൻ്റെ പിള്ളേരിരുന്ന് ചീട്ട് കളിക്കുന്ന കണ്ടാലോ, എൻ്റെ ദൈവമേ എന്നാ പറയാനാ എന്ന് പറയുമോ? പിടിച്ച് എണീപ്പിച്ച് ആണ്ട് പൊട്ടിയിൽ കൊടുത്ത് കയറി പോടാ വീട്ടിൽ നിന്ന് പോയി. കാര്യം അതെൻ്റെ മോനാ. അയൽവക്കക്കാരൻ ചീട്ട് കളിച്ചാൽ ചിലപ്പോൾ ഞാൻ പ്രത്യക്ഷത്തിലൊന്നും ചെയ്തില്ലെന്നിരിക്കും, പക്ഷേ എൻ്റെ മകൻ തെറ്റ് ചെയ്താൽ എനിക്ക് വെറുതെ വിടാൻ പറ്റില്ല. ഇതാണ് കർത്താവ് പറയുന്നത്, ഞാൻ നീയുമായിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അകൃത്യത്തിൽ നീ പോകരുത്, പോയാൽ ഞാൻ നിന്നെ ശിക്ഷിക്കാതെ വിടത്തില്ല. കാരണം എന്താ? എനിക്കും നിനക്ക് ഒരുമിച്ച് നടക്കണം. കർത്താവ് ഇങ്ങോട്ട് പറയാ, എടാ മോനെ, നിൻ്റെ കൂടെ നടക്കാൻ എനിക്ക് മോഹമുണ്ട്, അതുകൊണ്ട് നീ അകൃത്യത്തിൽ പോകരുത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൈപോക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അകൃത്യത്തിൽ ജീവിക്കുന്നവന് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവ് തന്നെ ചോദിക്കുക, രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? അല്ല, നമുക്ക് വിശുദ്ധിയിൽ ഒന്നല്ലെങ്കിൽ എനിക്ക് നിൻ്റെ കൂടെ നടക്കാൻ കഴിയുകയില്ല, അതുകൊണ്ട് നിൻ്റെ അകൃത്യങ്ങളൊക്കെ നീ വിട്ടുകളാ. ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കാൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അകൃത്യത്തിൽ നിന്നൊരു മോചനം അനിവാര്യമാണ്. പാപത്തിൽ തുടരുന്നവന് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതിൻ്റെ കാര്യം എന്താ? അവൻ ദൈവവുമായി ഒത്തുചേർന്നു. They were in an agreement. ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ദൈവികമായ ഒരു ജീവിതം അവൻ ജീവിച്ചതുകൊണ്ട് ദൈവം ഹാനോക്കിനോട് കൂടെ നടന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ആ എഗ്രിമെൻ്റാണ് ഇന്ന് അത്യാവശ്യം. നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായി വിശുദ്ധിയിൽ ഒന്നു ചേരുന്നതായ ഒരു അവസ്ഥ നമുക്ക് അനിവാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇവിടെ ഇവരൊരുമിച്ച് നടക്കുമ്പോൾ എൻ്റെ ചിന്തയല്ല, ഈ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ക്രമേണ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ലൗകികമായതെല്ലാം ഇവൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് ചോർന്നു പോകും. ഒടുവിൽ ലൗകികമായതൊന്നും ഇല്ലാത്ത ഒരവസ്ഥ ഇവന് വന്ന് കാണുമെന്നാണ് എൻ്റെ ചിന്ത. ഞാനങ്ങ് ചിന്ത പറയുകയാണ്, പക്ഷേ അത് ബിബ്ലിക്കലി ശരിയാണെന്നല്ല ചിന്ത. ബിക്കോസ് ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ശരിക്കും അവിടെ ഹാനോക്കിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ നമ്മൾ ഈനോക്ക് വാക്ക് വിത്ത് ഗാഡ് എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ആൻഡ് ഹി വാസ് ടേക്കൺ ബൈ ഗാഡ് ആൻഡ് ഹി വാസ് നോട്ട്. അവൻ ഇല്ലാതെയായി തീർന്നു, കാണാതെയായി എന്ന് പറയുന്നതിന് പകരമായിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ആൻഡ് ഈനോക്ക് വാക്ക് വിത്ത് ഗാഡ് ആൻഡ് ഹി വാസ് നോട്ട്, ഫോർ ഗാഡ് ടുക്ക് ഹിം. ഹി വാസ് നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഷികമായി ഒന്നും അവനിൽ ഇല്ലാതായി. ഒരുപക്ഷെ ദൈവം പറഞ്ഞു കാണും, മോനെ ഇനി ഇവിടെ ജീവിക്കുന്ന കാര്യം നിനക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യം ഈ ലൗകികമായ ഒരു കാര്യവും നിനക്ക് പറ്റത്തില്ല. ഈ ലോകക്കാരെല്ലാം കൂടെ നിൻ്റെ കൂടപ്പിറപ്പുകളും മറ്റുള്ളവരും എല്ലാവരും കൂടെ, അല്ലെങ്കിൽ നിൻ്റെ അയൽവക്കക്കാരും, അതായത് ഹാനോക്ക് ജീവിക്കുമ്പോൾ ഹാനോക്ക് ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നെന്ന് പറയുമ്പോൾ 7 തലമുറകളിലെ 7 തലമുറകൾ, അവരുടെ മക്കൾ, കൊച്ചുമക്കൾ, കസിൻസ് എല്ലാം ഉള്ള ഒരു വലിയ ജനസമൂഹത്തിലായി ഈ ഹാനോക്ക് നടക്കുന്നതെന്ന് ആലോചിക്കണം. അല്ലാതെ ഹാനോക്കും ദൈവവും മാത്രമുള്ള, അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ വലിയ സന്തോഷമല്ലേ. നമ്മുടെ ചുറ്റും ആരും ഇല്ലെങ്കിൽ എന്നാൽ പിന്നെ ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കാം. പലപ്പോഴും നമ്മൾ ആളുകൾ പറയുന്ന ഞാനും കേട്ടിട്ടുണ്ട്, പലരും പറയുന്നത്, എങ്ങനെ ബ്രദറെ ഇതൊക്കെ നടക്കുന്നത്? അയ്യോ, ചുറ്റുപാടും ആരൊക്കെയാ ജീവിക്കുന്നത്, ഇവന്മാരൊക്കെ നമ്മളെ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ ഇവന്മാർ വല്ലോ നമ്മളെ സമ്മതിക്കുമോ? കർത്താവിൻ്റെ കൂടെ നടക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇവന്മാർ വല്ലോ സമ്മതിക്കുമോ? അങ്ങനെ സമ്മതിക്കാത്ത ആളുകളുടെ ഇടയിലാണ് ഹാനോക്കും ജീവിച്ചത്. കയീൻ്റെ തലമുറയിൽപ്പെട്ട 7 തലമുറ അവിടെ ഉണ്ട്.
ഷേത്തിൻ്റെ തലമുറയിൽപ്പെട്ട 7 തലമുറ ആണ് ഹാനോക്കിൻ്റെ തലമുറ എന്ന്. ഹാനോക്ക് അവിടെ വരുന്നതാണ്. പക്ഷേ ഈ കയീൻ്റെ മകൻ്റെ 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 മകൻ അവരെല്ലാവരും, അവരുടെ മക്കള്, കൊച്ചുമക്കള് എല്ലാവരും ഇതിനകത്തുണ്ട്. അവരാരും ആത്മീകരൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നത് ദൈവികമല്ലാത്തതൊന്നും അവനിലേക്ക് കടക്കാൻ അവൻ സമ്മതിച്ചില്ല. Enoch walked with God and he was not, for God took him. ദൈവം എടുത്തത് കൊണ്ടതിനാൽ അവനെ കാണാതെയായി എന്നുള്ളത് ശരിയാണ്, ട്രാൻസ്ലേഷൻ മോശമല്ല. എങ്കിലും ആ ട്രാൻസ്ലേഷനിൽ ഞാനൊരു അഡീഷനായിട്ട് പറഞ്ഞതാണ്, അവനില്ലാതെയായി. പ്രിയമുള്ളവരെ, ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ക്രമേണ സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മളില്ലാതെയാകും. നമ്മുടേതായിട്ടുള്ള ചിന്തകൾ, ധാരണകൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, പ്രലോഭനങ്ങൾ ഇതെല്ലാം ഇല്ലാതെയാകുന്ന ഒരവസ്ഥ. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നമ്മിൽ നിന്ന് ലോകത്തിൻ്റേതെല്ലാം എടുത്തു കളയണം. എന്നാലേ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ നടന്ന് ഇങ്ങനെ പോയപ്പോൾ ഞാനിപ്പം ഭാവനയിൽ കാണുകയാണ്. ഒരു ദിവസം ഇങ്ങനെ എല്ലാ ദിവസവും നടക്കാൻ പോയി കുറേ കഴിഞ്ഞപ്പം ചിലപ്പം എന്നാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്നാൽ പിന്നെ ഹാനോക്ക് വീട്ടിലോട്ട് പോയെന്നിരിക്കും. ഒരു ദിവസം ഇങ്ങനെ നടന്ന് ഇവരങ്ങ് എൻജോയ് ചെയ്ത് അങ്ങ് സന്ധ്യയായി കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ദൈവം പറഞ്ഞു കാണും, മോനെ നിൻ്റെ വീട് ഇനി ഒത്തിരി ദൂരെയാണ്, എൻ്റെ വീട് കുറച്ചുകൂടെ അടുത്താണ്, എന്നാൽ പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോരാൻ പറഞ്ഞു കാണും. ഞാൻ ഭാവനയിൽ കണ്ട കാര്യമാണ്, അല്ലാതെ ഇതൊന്നും വേദോസത്തിൽ എഴുതിയിട്ടുള്ള കാര്യമല്ല കേട്ടോ. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നടക്കുകയും ലോകത്തിൽ നിന്ന് ദൂരെ ആയിരിക്കുമ്പോൾ ഒരു ദിവസം ഒരുപക്ഷെ കർത്താവ് പറയും മതി. അത് ചിലപ്പം ഉടലോടെ സ്വർഗത്തിലൂടെ എടുക്കപ്പെട്ടില്ലെങ്കിലും ചിലപ്പം ആ വിശുദ്ധ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ദൈവം ഒരുപക്ഷെ പറഞ്ഞെന്നിരിക്കും, എന്താണ് ഇനി നിനക്ക് ഭൂമി ജീവിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് വേണ്ട, നീ എൻ്റെ കൂടെ പോരെ, കം ടു മൈ ഹോം, എൻ്റെ ഭവനത്തിലേക്ക് പോരെ. അങ്ങനെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കപ്പെടാൻ കഴിയുന്നത് എന്തൊരു ഭാഗ്യമാണെന്നറിയാമോ? അതൊരു വലിയ ഭാഗ്യമാണ്. അതിനെ നമ്മൾ മരണമെന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാമായിരിക്കാം. പക്ഷേ ചുമ്മാ അങ്ങ് മരിച്ചു മണ്ണടിയുകയല്ല, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ. ശരീരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു പക്ഷേ ദൈവം നമ്മളെ എടുത്തുകൊള്ളുന്ന അവസ്ഥ. അങ്ങനെ എടുക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ ഇല്ലാതെയായിട്ട് നമ്മളെ എടുക്കുന്ന ആ ഒരു മഹനീയ അവസ്ഥയിലേക്ക് കർത്താവ് നമ്മളെ നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എപ്പോഴും നമ്മിൽ നിന്ന് ദൈവികമല്ലാത്തതെല്ലാം അത് ചെറിയ കാര്യമായിരിക്കും. ഒരുപക്ഷെ ഞാൻ പറയുന്നത് ഈ വലിയ പാപങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നത് മാത്രമല്ല കേട്ടോ. നമ്മൾ കൊലപാതകവും വ്യഭിചാരവും തല്ലും അടിയും ഒന്നും ഉണ്ടാക്കാത്തവരായിരിക്കാം, വളരെ ആത്മീകരായ ആളുകളായിരിക്കാം. പക്ഷേ എന്നാലും ലൗകികമായ എന്തെങ്കിലുമൊക്കെ, അതായത് ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിന് തടസ്സമായിട്ടുള്ളതെല്ലാം. ആമോസിൻ്റെ പ്രവചനത്തിൽ നമ്മൾ കണ്ടതാണ്, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? പ്രിയമുള്ളവരെ, ദൈവത്തോട് ചേർന്ന് നടക്കുന്നത് മാത്രം എൻ്റെ മനസ്സിലങ്ങ് പിടിച്ച് കയറിയാൽ പിന്നെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നൊക്കെ എനിക്ക് വിടുതൽ കിട്ടുകയാണ്. പിന്നെ എനിക്ക് ഇവിടെ വലിയ ആളാകാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല, എനിക്ക് പ്രസിഡൻ്റ് ആകാൻ മോഹം ഉണ്ടാകത്തില്ല, സെക്രട്ടറി ആകാൻ മോഹം ഉണ്ടാകത്തില്ല, എനിക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വലിയ മാൻഷൻ പണിയാനൊന്നും ആഗ്രഹം ഉണ്ടാകത്തില്ല. ജീവിക്കാനൊരു കെട്ടിടം പണിയുന്നതിനല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രതാപം കാണിക്കാനാണ് ഓരോന്നോരോന്ന് കാണിക്കുന്നത്. അങ്ങനെ പ്രതാപം കാണിക്കാൻ ഓരോന്ന് ചെയ്യുമ്പോഴും എന്താ സംഭവിക്കുന്നറിയാമോ? ആ എഗ്രിമെൻറ്റിൽ നിന്ന് പെരിയ നമ്മൾ ലോകത്തോട് അനുരൂപമായി പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൽ കണ്ണിലും എൻ്റെ കണ്ണുകളിൽ കത്തി നിൽക്കുന്നത് എന്നൊക്കെ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. കണ്ണുകളിൽ കത്തി നിൽക്കുന്നത് യേശുവായിരിക്കണം, യേശു മാത്രം. അങ്ങനൊരവസ്ഥ നമുക്ക് അനിവാര്യമാകുന്നതാണ് നമ്മൾ കാണുന്നത്. കർത്താവിനോടുകൂടെ എടുക്കപ്പെടുന്ന ഹാനോക്ക്. ഈ ഹാനോക്ക് നമുക്കെല്ലാം അറിയാം, അവൻ ദൈവത്തോടുകൂടി നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി.
പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ലോകത്തിലെ ലൗകികരായ ആളുകളോട് കൂടെ ജീവിച്ചിട്ടാണ് ഇവൻ എടുക്കപ്പെട്ടത്. അതായത് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ യാതൊരു രീതിയിലുള്ള പ്രലോഭനങ്ങളും കടന്നുകൂടാതെ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായതിന് ശേഷമാണ് ഹാനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതെന്ന് നമ്മൾ ചിന്തിക്കരുത്. ലോകത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും ഉണ്ടായിരുന്ന ഒരു കാലയളവിൽ, എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ടായിരുന്ന ഒരു കാലയളവിൽ, അങ്ങനെ ഒരു കാലയളവിൽ ഈ ഹാനോക്ക് ജീവിച്ചു എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. നമ്മളെപ്പോലെയോ നമ്മളെക്കാളുമോ വലിയ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ച ആ ഹാനോക്ക് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം എപ്പോഴും ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതമായിട്ട് അവൻ സൂക്ഷിച്ചു എന്നുള്ളതാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ ഹാബേലിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഹാനോക്കിൻ്റെ കാര്യമാണ്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. എന്നാൽ അടുത്ത വാക്ക്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അതായത് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളത് ഹാനോക്ക് മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ എടുക്കപ്പെട്ടതിന് ശേഷമല്ല സാക്ഷ്യമുണ്ടാകുന്നത്. അവൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ തന്നെ നാട്ടുകാർ പറഞ്ഞു, ഹാനോക്കിനെ ഇതിനൊന്നും കിട്ടത്തില്ല, അവനാകെ ഒരു ചിന്തയേ ഉള്ളൂ, എൻ്റെ ദൈവമേ, അവൻ ഒരു ചിന്തയേ ഉള്ളൂ, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, ഇതേ ഉള്ളവൻ്റെ മനസ്സിൽ. ഇതാരാ പറഞ്ഞത്? ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവർ പറഞ്ഞ കാര്യമാണ്. മറ്റ് മനുഷ്യർ, അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ്റെ സമകാലീനരായ ആളുകൾ പറഞ്ഞതാണ്, അവൻ്റെ കൂടെ ജീവിച്ചവരായ ആളുകൾ പറയുന്നവനാണ്. അവരൊക്കെ ഇവനൊരു നല്ല സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. നമ്മളൊക്കെ ആത്മീയ ജീവിതം ജീവിക്കാൻ പരിശ്രമിച്ചാൽ നാട്ടുകാരെല്ലാം അതിന് പറ്റുന്ന സാഹചര്യത്തെ നമുക്ക് ഒരുക്കി തരുമെന്ന് ആരും ചിന്തിക്കേണ്ട. എങ്ങനെയെങ്കിലും ഇത് ഇല്ലായ്മ ചെയ്യാൻ വളരെ വിക്കഡായിട്ടുള്ള ഒരു തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. ഹാനോക്കിന് ചുറ്റും ഉണ്ടായിരുന്നു. ഹാനോക്കിൻ്റെ സമകാലീനരാരാണ് എന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ആദാം മുതൽ ശേത്തിൻ്റെ വംശപരമ്പരയിൽ 7-ാമത്തെ വ്യക്തിയാണ് ആര്? ഹാനോക്ക്. എന്നാൽ ഈ കയീൻ്റെ വംശപരമ്പരയിൽ 7-ാമത്തെ തലമുറ ആരാണ് എന്നുള്ളത് ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ അതിനു മുമ്പ് 17-ാമത്തെ വാക്യത്തിൽ 18-ാമത്തെ വാക്യത്തിൽ ഹാനോക്കിന് ഈരാദ് ജനിച്ചു. അല്ലെങ്കിൽ കയീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഹാനോക്കിനെ പ്രസവിച്ചു. ഹാനോക്കിന്, അതായത് ആദാം, കയീൻ, ഹാനോക്ക് ഈരാദ് ജനിച്ചു 4. ഈരാദ് മെഹൂയലിനെ ജനിപ്പിച്ചു 5. മെഹൂയൽ മെതുശലേലിനെ ജനിപ്പിച്ചു 6. മെതുശയേൽ ലാമക്കിനെ ജനിപ്പിച്ചു. അപ്പം 7-ാം തലമുറയിൽപ്പെട്ട ആളുടെ പേരെന്താണ്? ലാമക്ക്. ശേത്തിൻ്റെ വംശപരമ്പരയിലും ലാമക്ക് വരുന്നുണ്ട്, അത് വേറെ കാര്യം. ഈ പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാനോക്കിന് 2 വംശപരമ്പരയിലും ഉണ്ട്, ഇല്ലേ? ആദാം മുതൽ 3-ാമനായ ഹാനോക്കുണ്ട്, ആദാം മുതൽ 7-ാമനായ ഹാനോക്ക്. 2 വംശപരമ്പരയില്ല. ഒന്ന് മനുഷ്യൻ്റെ പരമ്പരയിലും, ഒന്ന് ശേത്തിൻ്റെ പരമ്പരയിലും, ഒന്ന് കയീൻ്റെ വംശപരമ്പരയിലും പെട്ട ആളുകൾ. ഒന്ന് ദൈവികരായ ആളുകൾ, ഒന്ന് ദൈവവിരുദ്ധരായ ആളുകൾ. അങ്ങനെ ദൈവവിരുദ്ധമായ ഒരു തലമുറയിൽ ഹാനോക്കിൻ്റെ കാലയളവിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ലാമക്ക്. ഈ ലാമക്കിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ ലാമക്കിൻ്റെ ഒരു പ്രത്യേകത എന്നറിയാമോ? അവനാണ് ഈ പോളിഗാമി കണ്ടുപിടിച്ചത്. പോളിഗാമി എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ ഭാര്യമാർ. അവിടെ 19-ാമത്തെ വാക്യത്തിൽ ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ.
2 ഭാര്യമാരെ എടുത്തു. ഞാൻ കല്യാണങ്ങൾക്കൊക്കെ പറയാറുള്ളൊരു കാര്യമുണ്ട്. ആദാമിന് ദൈവം ഹവ്വായെ കൊടുത്തു, ലാമക്ക് ഭാര്യമാരെ എടുത്തു. വ്യത്യാസം കണ്ടോ? ദൈവം കൊടുത്തതല്ല, എടുത്തു. 2 ഭാര്യമാരുടെ ചരിത്രമൊക്കെ വേദോസിൽ പലയിടത്തും പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ദൈവം കൊടുത്തതല്ല, മനുഷ്യൻ എടുത്തതാണ്. അതിനി അബ്രഹാം കാണിച്ചാലും ദൈവം കൊടുത്തതല്ല, അവൻ എടുത്തതാണ്. കാര്യം ദൈവത്തിൻ്റെ പദ്ധതി ഒരു പുരുഷന് ഒരു സ്ത്രീ എന്നുള്ളതാണ്. അതാണ് ദൈവിക പദ്ധതി. അത് ദൈവം കൊടുക്കുന്നതാണ്. ഭാര്യയെ ദൈവം കൊടുക്കുകയാണ്. ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അവൻ്റെ പിള്ളേർ നമ്മുടെ ഭാഷ പറഞ്ഞാൽ മിടുക്കര് പിള്ളേരാ, ഭയങ്കര മിടുക്കര് പിള്ളേരാ. ലാമക്ക് പിള്ളേരെ ഭയങ്കര കോമ്പറ്റിറ്റീവായിട്ടാണ് വളർത്തിയത്. നമ്മളൊക്കെ പറയും മിടുക്കൻ. കാര്യം എന്നറിയാമോ? ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തേക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. ആദ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. പിതാവായി തീരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വലിയ കൂടിയ ആളായി. അവൻ്റെ കാലഘട്ടത്തിലാണ് ഇതങ്ങോട്ട് തുടങ്ങുന്നത്. അതായത് ഫാമിംഗ് ഒക്കെ അങ്ങ് വലിപ്പപ്പെടുത്തി വലിയ ധനാഢ്യനായി തീർന്നു. കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. ഇഷ്ടം പോലെ പൈസ. മിടുക്കനാ. അവൻ്റെ സഹോദരന് യൂബാൽ എന്ന് പേർ. അവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. ഭയങ്കര ഗ്രേറ്റ് മ്യൂസിഷ്യൻ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പം 3-ാമത്തെ ആൾ സില്ല തൂബൽ കൈയിനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈറ്റി വാരിയർ. ആരോട് വേണമെങ്കിലും ഒരു കൈ നോക്കാൻ തൻ്റെ ഇടമുള്ള ഒരുത്തിനും അവൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്തതുപോലെ. അപ്പോൾ ഒരാൾ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവ്. ഭയങ്കര കാശുകാരനാണ്, വലിയ ബിസിനസ്സുകാരനാണ്. അവന് ഫാമിങ്ങിൻ്റെ ഒക്കെ അങ്ങേ അറ്റത്ത് കയറിയിരിക്കുക. അന്ന് ഫാമിംഗ് ഒക്കെ ആണല്ലോ ഉള്ളത്, നൈറ്റി ഒന്നും ഇല്ലല്ലോ. ഫാമിങ്ങിൽ അതിൻ്റെ അങ്ങേ അറ്റത്ത് കയറി നിന്നു. 2-ാമത്തവൻ മ്യൂസിഷ്യൻ. ഓസ്കർ അവാർഡിൻ്റെ അപ്പുറത്തെ അവാർഡ് വല്ലതും ഉണ്ടെങ്കിൽ അത് കിട്ടുന്ന അത്രയ്ക്കും വലിയൊരു ഗ്രേറ്റ് മ്യൂസിഷ്യൻ. 3-ാമത്തവൻ മൈറ്റി വാരിയർ. ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ആയുധം തീർക്കുന്നവർക്കെല്ലാം പിതാവായി തീർന്നു. അപ്പോൾ ഹാനോക്കിൻ്റെ കാലയളവിൽ അവൻ്റെ കൂടെ നടക്കുന്ന അഥവാ അവൻ്റെ സഹചാരികളായ കയീൻ്റെ വംശത്തിൽപ്പെട്ട ആളുകൾ അവർ മക്കളെ ഭയങ്കര കോമ്പറ്റിറ്റീവായിട്ട് വളർത്തി. എല്ലാവരുടെയും മുമ്പിൽ അവർ പറയും ലാമക്കിനെ കണ്ട് പഠിക്ക്, പിള്ളേരെ അവനൊരു സ്ഥാനത്താക്കിയെന്ന്. ഇന്ന് നമ്മളും പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിള്ളേരെ അവനൊരു സ്ഥാനത്താക്കി. ഹാനോക്കോ മെതുശലേഹിൻ്റെ അടുത്ത്, മോനെ ദൈവത്തിൻ്റെ കൂടെ നടക്കണം കേട്ടോ, മോനെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി പോയേക്കല്ലേ കേട്ടോ, കുഞ്ഞേ കർത്താവിനെ നോക്കി വേണേ ജീവിക്കാൻ, കുഞ്ഞേ എടാ പ്രാർത്ഥിച്ചോടാ, വേദോസം വായിച്ചോടാ, എടാ വന്നിരുന്ന് പ്രാർത്ഥിക്കടാ, ഇതെന്താ വാടാ ഉറങ്ങാൻ പോയോ, ഇങ്ങോട്ട് വാടാ. അങ്ങോട്ട് ഇടം വലം വിടത്തില്ല. പിള്ളേരെ ആത്മീകനായി വളർത്തിയ ഹാനോക്ക് മെതുശലേഹിനെ, പിള്ളേരെ കോമ്പറ്റിറ്റീവായിട്ട് വളർത്തിയ ലാമക്ക്. പ്രിയമുള്ളവരെ, ഇന്നും ഇത് തന്നെയല്ലേ നടക്കുന്നത്? വിശ്വാസികളിൽ പോലും നമ്മളെന്താ പിള്ളേരെ കോമ്പറ്റിറ്റീവായി വളർത്തി ഏറ്റവും ഉന്നതരായ ആളുകൾ. അതൊക്കെയാണ് വലിയ അഭിമാനമായിട്ട് ആളുകൾ പറയുന്നത്. വലിയ അഭിമാനമായിട്ട് എൻ്റെ പിള്ളേർ എന്നൊക്കെ പറഞ്ഞ്. എൻ്റെ പിള്ളേരുടെ ആത്മീയമൊന്നുമല്ല പറയുന്നത്, എല്ലാം പറയുന്നത് അവർ ഭയങ്കര കോമ്പറ്റിറ്റീവാണ്. അവൻ വലിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, അവൻ ഭയങ്കര മ്യൂസിഷ്യനാണ്, അവന് നല്ല മൈറ്റി വാരിയറാണ്, ബ്ലാക്ക് ബെൽറ്റാ, എല്ലാം പഠിപ്പിച്ച്. എന്നാൽ പിള്ളേർക്ക് ആത്മീയമുണ്ടോ? ഇല്ല. മെതുശലേഹ് സാധാരണക്കാരനായിട്ട് അവൻ പക്ഷേ സ്പിരിച്വലായിട്ട് ജീവിച്ചു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. മെതുശലേഹ് ലോത്തിൻ്റെ മക്കൾ ഇവർ തമ്മിൽ ലാമക്കിൻ്റെ
ഒരു ഈ ലാമക്കിൻ്റെ ഒരു ഡിക്ലറേഷൻ അവൻ ഭാര്യമാരോട് പറയുന്നത്, അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ലാമക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദയും സില്ലയുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ, ലാമക്കൻ ഭാര്യമാരെ എൻ്റെ വചനത്തിന് ചെവി തരുവിൻ. എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. ഭാര്യമാരെ വിളിച്ചു വരുത്തി വലിയ വീരവാദം മുഴക്കുക. ഒരുത്തനും എന്നെ തൊടത്തില്ല, ഈ നാട്ടിൽ എന്നെ തൊടാൻ കഴിയുന്ന ഒറ്റ ഒരുത്തനില്ല. ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ കൊല്ലും. എൻ്റെ പരിക്കിന് പകരം ഞാനൊരു യുവാവിനെ കൊല്ലും, എൻ്റെ മുറിവിന് പകരം ഒരു പുരുഷനെ കൊല്ലും. കയ്യിനു വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. നോക്കുക, ഭയങ്കര ഡിക്ലറേഷനാണ്. ഇതൊക്കെയല്ലേ നമ്മൾ ഇന്ന് നടത്തുന്ന കാര്യമല്ല. വീരവാദങ്ങൾ മുഴക്കുക, ഭൗമികമായ കാര്യങ്ങളിൽ പുകഴുക, എല്ലാവരുടെയും മുകളിലാണെന്ന് നടിക്കുക, എല്ലാവരെയും ചവിട്ടിത്താഴ്ത്തുക, അതൊക്കെ നടത്തുന്ന, അതിനിടയ്ക്ക് അപ്പുറത്ത് മാറി പാവം ഹാനോക്ക് കൊച്ചിനെ ആത്മീയനായിട്ട് വളർത്തുക, സ്പിരിച്വലായിട്ട് വളർത്തുക. ഞാൻ പറയട്ടെ, നമ്മളിതിനകത്ത് ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത്? ലാമക്കിൻ്റെ ഗ്രൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ നാശമാണ്. എന്നാൽ ഹാനോക്കിനെ പോലെ കുഞ്ഞുങ്ങളെ ആത്മീകരായി വളർത്തുകയാണെങ്കിൽ ഹാനോക്കും അങ്ങ് സ്വർഗത്തിൽ പോകും, അവൻ്റെ മകനും സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. പ്രിയമുള്ളവരെ, നമുക്ക് നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം മതി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഹാനോക്ക് എപ്പോഴും പറയുന്നത് എന്താണ്? നമുക്കൊരു പ്രതികാരം ആവശ്യമില്ല. യൂദായുടെ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ ഒരധ്യായമേ ഉള്ളല്ലോ, അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഹാനോക്കിൻ്റെ പ്രവചനത്തെക്കുറിച്ചാണ്. 14 മുതലുള്ള വാക്യങ്ങൾ. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം, ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഹാനോക്ക് പ്രവചിക്കുക, ഒരു പ്രവാചകനാണ് ഹാനോക്ക്. ഒരു പക്ഷേ ലാമക്കിൻ്റെ ഈ വെല്ലുവിളികളൊക്കെ കേട്ടപ്പോൾ ഹാനോക്ക് മിണ്ടാതിരുന്നാലും ചിലപ്പം ചെറുക്കൻ നല്ല ആരോഗ്യമുള്ള ചെറുക്കനാണെന്ന് എൻ്റെ ചിന്ത. അല്ലേ പിന്നെ 969 സംവത്സരം വരെ ജീവിക്കത്തൊന്നുമില്ലല്ലോ. അപ്പം ആരോഗ്യമൊക്കെ ഉണ്ട്. അപ്പം മോന് ചിലപ്പോൾ അപ്പനോട് ചെന്ന് പറഞ്ഞു കാണും, അപ്പാ ഞാനൊന്ന് പോയി ചോദിക്കട്ടെ, ഇവൻ എന്താ ഈ ഒരു പരിക്കിന് പകരം കൊന്നുകളയോ എന്നൊക്കെ പറയുന്നത്, എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ എന്നൊരു പക്ഷേ ചെറുക്കൻ പറഞ്ഞോന്നറിയത്തില്ല. ഹാനോക്ക് പറയും, വേണ്ട മോനെ, അവനെ നീ വിധിക്കേണ്ട കാര്യമില്ല, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ വരുന്നു. അവൻ പ്രതികാരമൊക്കെ അവൻ ചെയ്തോളും, നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. നമുക്ക് ആകെ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നുണ്ടോ? ആർ വി ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ഗാഡ്? ദാറ്റ് ഈസ് ദി ഓൺലി ക്വസ്റ്റ്യൻ. നമ്മൾ കർത്താവുമായി ഒരു ഉടമ്പടിയിലാണോ, എഗ്രിമെൻറ്റിലാണോ? മകനെ എഗ്രിമെൻറ്റ്, ദൈവവുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ ജീവിക്കാൻ മകനെ പ്രേരിപ്പിച്ചവനായ ഹാനോക്ക്. ആ ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ ആ ഹാനോക്ക് അവൻ മരിച്ചതിന് മുമ്പേ, നമ്മൾ വായിച്ചല്ലോ 11-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അപ്പോൾ ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, സംഹൗ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം. അത് മറ്റുള്ളവരും മനസ്സിലാക്കി. ഹാനോക്ക് മാത്രമല്ല, അവൻ്റെ ചുറ്റുമുള്ളവരും മനസ്സിലാക്കി. അതുകൊണ്ടാണ് എടുക്കപ്പെട്ടതിന് മുമ്പേ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാക്ഷ്യം പ്രാപിച്ചു. ജീവിച്ചിരിക്കുമ്പോഴാണ് സാക്ഷ്യം പറയേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ഈ മരിച്ചു കിടക്കുമ്പം വന്ന് പറയുന്നതല്ല എല്ലാം വിശ്വസിക്കാൻ പറ്റുകയില്ല. ചിലപ്പം നമ്മൾ നന്നായിട്ടൊക്കെ പറയുമെങ്കിലും എല്ലാം വിശ്വസിക്കാൻ പറ്റുകയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നല്ലവരാ ഇല്ലേ? പണ്ട് ഭൂലോക തല്ലിപ്പൊളികളായിട്ട് 2 പേര് ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. അടി, ഇടി, ബഹളം, വ്യഭിചാരം, ചീട്ടുകളി, കള്ളുകൂടി, അങ്ങനെ എല്ലാം ചേട്ടനും അനിയനും ഒരുപോലെ. ഇതിനകത്ത് ചേട്ടൻ അങ്ങ് മരിച്ചു.
ചേട്ടൻ മരിച്ചപ്പോൾ അനിയൻ അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ചോ, എൻ്റെ ചേട്ടൻ മരിച്ചു. അച്ഛൻ പറഞ്ഞു, ഇപ്പോഴേ മരിച്ചുള്ളല്ലോടാ. കാര്യം അങ്ങനത്തെ ജീവിതമാണ് അവൻ്റെ. അച്ചോ, ഞാൻ അച്ഛൻ്റെ ഉപദേശമൊന്നും കേൾക്കാൻ വന്നതല്ല, പിന്നെ അച്ഛൻ എൻ്റെ ചേട്ടനെ അടക്കണം, അത് പറയാൻ വന്നതാ. ഞാൻ പറഞ്ഞു, അടക്കാം, മാമോദിസ വെള്ളം വീണതല്ലേ, അടക്കാതിരിക്കാൻ പറ്റൂ? ശരി, അടക്കാം. വെറുതെ അടക്കിയാൽ പോരാ, പിന്നെ എൻ്റെ ചേട്ടൻ വളരെ നല്ലവനായിരുന്നുവെന്ന് അച്ഛൻ അവിടെ പ്രസംഗിക്കണം. അച്ഛൻ പറഞ്ഞു, ഇവിടെ എങ്ങനെ പ്രസംഗിക്കും? നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിൻ്റെ ചേട്ടൻ എങ്ങനെയുള്ളവനായിരുന്നെന്ന്. ഞാൻ അവിടെ എങ്ങനെയാണ് അത് പ്രസംഗിക്കുന്നത്? അച്ചോ, എൻ്റെ ചേട്ടനെ മരിച്ചുള്ളൂ, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. അച്ഛൻ എൻ്റെ ചേട്ടൻ നല്ലവനാണെന്ന് അവിടെ ഒന്ന് പ്രസംഗിച്ചില്ലെങ്കിൽ രണ്ടിനെയും കൂടെ ഞാൻ ഒരു കുഴിയിലിടും. അച്ഛനെന്തോ ചെയ്യും? പാവം. അച്ഛൻ അവിടെ അടക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അച്ഛൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് അച്ഛൻ പറയാമെന്നൊക്കെ അങ്ങ് പറഞ്ഞു. ഈ കിടക്കുന്നവനെ നിങ്ങൾക്കറിയാമല്ലോ, ഇവനെ പോലെ ഒരു നെറികെട്ടവൻ, ഇവനെ പോലെ തല്ലിപ്പൊളി, ഇവനെ പോലെ എന്ന് പറഞ്ഞ് അവൻ ചെയ്തിട്ടുള്ള എല്ലാം, കള്ളുകൂടിയൻ, വ്യഭിചാരി, ഇവനെ പോലെ ഇതുപോലൊരുവനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല എന്നങ്ങ് ധൈര്യമായിട്ടങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അകത്തുനിന്നൊരു വിളി, അച്ചോ. അനിയൻ്റെ വിളിയാ. ഉടനെ അച്ഛൻ പെട്ടെന്ന് ഓർത്തു. അച്ഛൻ പറഞ്ഞു, ഞാനീ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിലും ഇവൻ്റെ അനിയൻ ഇവിടെ ഉണ്ട്. അവനെ വെച്ച് നോക്കുമ്പോൾ ഇവൻ എത്ര നല്ലവനായിരുന്നെന്ന് ഞാൻ ആലോചിക്കുക. ഇവൻ്റെ അനിയനെ വെച്ച് നോക്കുമ്പോൾ, അപ്പം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല ഇവിടെ കാണുന്നത്. എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു, ജീവിച്ചിരിക്കുമ്പോൾ സാക്ഷ്യം പ്രാപിച്ചു. എന്താണ്? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം പ്രാപിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ സാക്ഷ്യം നമുക്ക് ലഭിക്കണം. ഹല്ലേലൂയ. മറ്റുള്ളവർ പറയണം, നമ്മുടെ ശത്രുക്കൾ പോലും പറയണം, ഓ അവന് ദൈവമേ ദൈവമേ എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ കേട്ടോ, കളിയാക്കിയൊക്കെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കാണിക്കുന്ന തോന്നിയവാസങ്ങളായിരിക്കത്തില്ല അവൻ വിളിച്ചു പറയേണ്ടത്. അവൻ പറയുന്നത് നമ്മുടെ നന്മ വെച്ച് നമ്മളെ പഴിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ നന്മ വെച്ച് ആരെങ്കിലും നമ്മളെ പഴിക്കുന്നെങ്കിൽ ആ പഴി കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വലുതാകൊണ്ട് നമ്മൾ ഏറ്റവും അധികം സന്തോഷിക്കുക. പക്ഷേ ഉള്ള തോന്നിവാസമെല്ലാം കാണിച്ചിട്ട് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അതിന് പ്രതിഫലമൊന്നും കിട്ടത്തില്ല. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാക്ഷ്യം പ്രാപിച്ചു എന്നാണ്. എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ സാക്ഷ്യം പ്രാപിക്കുക. ഈ ഹാനോക്കിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ, ഹാനോക്കിനെ നമ്മൾ ഇന്നും ഓർത്തിരിക്കുന്നു. അവൻ പട്ടണം പണിതില്ല, എന്നിട്ടും നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ കാണത്തക്ക രീതിയിലുള്ള വലിയ മോണിമെൻറ്റ്സ് ഒന്നും ഉണ്ടാക്കിയില്ല. അവൻ വലിയ ധനികനായിരുന്നതായിട്ട് നമുക്ക് യാതൊരു തെളിവുമില്ല. അതൊക്കെ വെച്ച് നോക്കിയാൽ അവനെ ഓർക്കാൻ യാതൊന്നും, ഭൗമികമായ യാതൊന്നും, അവൻ പൊളിറ്റിക്കലി ഒന്നും ഇൻവോൾവ്. ഇപ്പം തോമസ് ലിവിങ്സ്റ്റൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഹി വാസ് എ സെനറ്റർ. പക്ഷേ അറിയപ്പെടുന്നത് ഹി വാസ് ബ്രദർ ഓഫ് ഫേമസ് ഡേവിഡ് ലിവിങ്സ്റ്റൺ. പ്രിയമുള്ളവരെ, നമ്മൾ പട്ടണമൊന്നും പണിയണ്ട, എന്നാൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നുള്ളത് സംശയിക്കേണ്ട. പക്ഷേ അതിനുവേണ്ടി നമ്മളായിട്ടൊന്നും ചെയ്യണ്ട, അതൊക്കെ ദൈവം ചെയ്തോളൂ. എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എടുക്കപ്പെടുന്നത് എങ്ങനെയാണ്? എടുക്കപ്പെട്ടപ്പോഴും ഹീ വാസ് നോട്ട്, അവൻ ഇല്ലാതെയായി തീർന്നു. ഭൂമിയിൽ മോഹങ്ങളില്ലാതെ, ആഗ്രഹങ്ങളില്ലാതെ, താല്പര്യങ്ങളില്ലാതെ, ദൈവമെന്നുള്ള ഒരു ചിന്ത ഒഴികെ വേറെ ഒന്നുമില്ലാതെ ജീവിച്ചവനായ ഹാനോക്ക്. അവൻ പട്ടണം പണിതില്ല, അവൻ മക്കളെ കോമ്പറ്റിറ്റീവായിട്ട് വളർത്തിയില്ല, അവൻ കുഞ്ഞുങ്ങളെ ദൈവ ഭയത്തിലാണ് വളർത്തിയത്. അവർ വലിയ ആൾക്കാർ ഒന്നും അല്ലായിരുന്നു. മെതുശലഹ ഈ പറയുന്നത് പോലെ വലിയ ആളൊന്നും അല്ലായിരുന്നു. പക്ഷേ അവൻ ആത്മീകനായി വളർത്തി. അവൻ ദീർഘവർഷങ്ങൾ ഹാനോക്ക് ജീവിച്ചിരുന്നുമില്ല, അല്ലേ? ഹാനോക്ക് ദീർഘവർഷങ്ങൾ ജീവിച്ചിരുന്നില്ല. ഹി വാസ് ലിവിങ് ഓൺലി ഫോർ 365 years. കമ്പയറിങ് ടു ഹിസ് ഫാദർ ആൻഡ് ഹിസ് സൺ, ദാറ്റ് വാസ് നത്തിങ്.
962 സംവത്സരം ജീവിച്ചിരുന്ന അപ്പൻ, 969 സംവത്സരം ജീവിച്ചിരുന്ന മകൻ, അതിനിടയ്ക്ക് 365 സംവത്സരം മാത്രം ജീവിച്ചിരുന്ന ഹാനോക്ക്. പ്രിയമുള്ളവരെ, നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ, ഈ ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. അവൻ ദൈവത്തിൻ്റെ കൂടെ നടന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മാത്രമല്ല, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ്റെ തലമുറയുള്ളവർ സാക്ഷ്യം പറഞ്ഞു. നമ്മുടെ സാക്ഷ്യം എങ്ങനെയാണ്? മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു? എന്ത് സാക്ഷ്യം പറയും? ശത്രുക്കൾക്ക് പോലും ഒരു അപവാദം പറയുവാനില്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കോമ്പറ്റിറ്റീവായിട്ട് വളർത്താൻ പറ്റിയില്ലെങ്കിൽ പോട്ടെ, സാരമില്ല, അവരെ ആത്മീകരായി വളർത്തുക. പ്രിയമുള്ളവരെ, ഇന്ന് ഹാനോക്കിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ. അവൻ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ ദൈവവുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാകണം. എന്ത് എഗ്രിമെൻ്റ്? വിശുദ്ധനാണ് ദൈവം, വിശുദ്ധിയിൽ മാത്രമേ അവനോട് ചേർന്ന് നടക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധ ജീവിതം ജീവിച്ച് ദൈവവുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ നമുക്ക് കഴിയട്ടെ. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ, അതിൻ്റെ നറേഷനിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന കർത്താവേ, നിൻ്റെ വചനം അത് പ്രസ്താവനകൾ കുത്തി നിറച്ച ഒരു പുസ്തകമല്ല, പ്രത്യുത ജീവിതാനുഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണല്ലോ. അതിലൂടെ ഞങ്ങൾക്ക് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കുന്ന വിശുദ്ധന്മാരുടെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹാനോക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കാഴ്ചപ്പാടിനായി സ്തോത്രം. ഞങ്ങളിന്ന് ഹാനോക്കിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഹാനോക്കിനെ പോലെ നിന്നോട് ചേർന്ന് നടക്കുവാൻ, ദൈവം ഞങ്ങളോട് നടക്കുന്നു എന്നുള്ളത് ഒരു കാര്യം, എന്നാൽ ഞങ്ങൾ നിൻ്റെ കൂടെ നടക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. അത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിലേ പറ്റൂ എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, എഗ്രിമെൻ്റ് വിശുദ്ധമാണ്, വിശുദ്ധിയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് നടക്കണമെങ്കിൽ ഞങ്ങളെ തന്നെ വിശുദ്ധരായി സൂക്ഷിക്കണം എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ, അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം, ബാക്കിയുള്ളതെല്ലാം ചോർന്നു പോകുന്ന ഒരു ജീവിതം, ഭൂമിയിലുള്ളതൊക്കെ ഞങ്ങളിൽ നിന്ന് ഇല്ലാതെയാകുന്ന, അങ്ങനെ ഞങ്ങൾ എടുക്കപ്പെടുമ്പോൾ ഞങ്ങൾ ഇല്ലാതെയാകുന്ന ഒരവസ്ഥ, ഭൗമികമായതെല്ലാം ഇല്ലാതെയാകുന്ന ഒരവസ്ഥ, സമ്പൂർണമായും സ്വർഗീയമായ ഒരു ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ നീ ശക്തരാക്കണമേ. കർത്താവേ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് സാക്ഷ്യം പ്രാപിക്കുവാൻ ഇന്ന് സഹായിക്കണമേ. ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.